ഇതുപോലുള്ള പഴം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വെറൈറ്റി ചായക്കടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വെറും 5 മിനിറ്റ് മാത്രം മതിയാവും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. ഇതിനായിട്ട് ഇതാ ഞാൻ 4 പഴം എടുത്തിട്ടുണ്ട്. പഴത്തിന്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ മാഷറോ മറ്റോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. നേന്ത്രപ്പഴം ഒഴികെയുള്ള ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതാ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതിയാവും. ഇനിയിപ്പോ നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അപ്പൊ ഗോതമ്പ് പൊടി നമ്മൾ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം. ഏകദേശം ഞാൻ ഒരു അരക്കപ്പോളം ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ടൈറ്റ് ആക്കരുത്, കുറച്ച് ലൂസ് ആയിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് കുഴച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അപ്പൊ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തേങ്ങയും കൂടി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കണേ. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ഷുഗറും ആവശ്യമില്ല. പഴത്തിന്റെ മധുരം മാത്രം മതിയാവും. അപ്പൊ നമ്മൾ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് റെഡിയാക്കിയിട്ട് വെക്കാം. റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതുപോലെ ഓയിൽ നന്നായിട്ട് ചൂടാക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് മാവ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതാ ഞാൻ കുറേശ്ശെ മാവ് ഇതിലേക്ക് നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചെല്ലാം ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചായക്കടി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു നാച്ചുറൽ ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഇതിൽ ഷുഗറോ മൈദയോ ഒന്നും ചേർത്തിട്ടില്ല. അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ടെല്ലാം തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.